ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലെ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിഗ്രഹം എന്നാൽ വിശേഷാൽ ഗ്രഹിക്കുവാനുള്ളത് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിലെ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയണമല്ലോ. ഗദ മനസാക്ഷിയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിലെ ദുർചിന്തകളെ മനസാക്ഷിയെ കൊണ്ട് മർദ്ദിപ്പിച്ച് ദുർബലപ്പെടുത്തുവാനാണ്. സുദർശനം നല്ലത്, ദർശനം കാഴ്ചപ്പാട്, നല്ല കാഴ്ചപ്പാട്. ഭഗവാൻ നമുക്ക് തന്ന സുദർശനമാണ് ഭഗവത്ഗീത. മനസാക്ഷിയാൽ മർദ്ദിച്ച് ദുർബലപ്പെട്ട ആസുരാശയങ്ങളുടെ ആവാസ കേന്ദ്രമായ മനസ്സിലേക്ക് ഭഗവാൻ നമുക്ക് നൽകുന്ന നല്ല ആശയങ്ങൾ പ്രയോഗിക്കുക എന്നതാണ് സങ്കല്പം. പത്മം ഇത് നമ്മുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലുള്ള മനോമാലിന്യങ്ങളാകുന്ന ചെളിയിൽ നിന്നും വളർന്നു വരുന്ന മനസ്സ് ജലത്തിൽ കൂടി വളർന്നു വരുന്നു. ജലം എന്നത് ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും മഹാത്മാക്കളുടെയും സത്സംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജലം താമരയുടെ ചെളിയെ നീക്കം ചെയ്യുന്ന പോലെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മഹാത്മാക്കളുടെയും സത്സംഗം മനസ്സിലെ മാലിന്യത്തെ നീക്കം ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഭഗവാന്റെ സുദർശനം അഥവാ നല്ല കാഴ്ചപ്പാട് ജലത്തിന്റെ കർമ്മം ചെയ്യുന്നു. അതായത് സുദർശനത്താൽ മനസ്സിലെ കന്മത പ്രയോഗത്താൽ ദുർബലപ്പെട്ട ദൂഷ്യങ്ങളെ നീക്കം ചെയ്യുന്നു. അങ്ങനെ ശുദ്ധമായ മനസ്സ് ജലോപരിതലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര പോലെ ശോഭയാർന്ന് വിരിഞ്ഞു എല്ലാവരെയും ആകർഷിക്കുന്നതായി തീരുന്നു. മറ്റൊന്നും കൂടിയുണ്ട്. ഭാസ്കരങ്ങളാക്കിയ ഭാസ്കരന്റെ മുന്നിൽ മാത്രം വിരിയുന്ന താമര പോലെ ശുദ്ധമായ മനസ്സ് എപ്പോഴും സദ്വിദ്യയ്ക്ക് മുന്നിൽ മാത്രമേ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ശംഖ് സൂചിപ്പിക്കുന്നത് ഗദാചക്ര പ്രയോഗത്തിലൂടെ പത്മതുല്യമായ മനസ്സിൽ നിന്നും ഘോഷിക്കപ്പെടുന്നത് ലോക മംഗളത്തിനായിട്ടുള്ള വിദ്യകളായിരിക്കും. ഹരേ കൃഷ്ണ.